أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് തജ്വീദിൻ്റെ 16-ാമത്തെ ഭാഗമാണ്. ഈ ഭാഗത്തിൽ ഇദ്ഗാമിൻ്റെ മറ്റൊരു രൂപമാണ് പഠിക്കുന്നത്. ഇദ്ഗാം മണിക്കാത്ത രീതിയിലുള്ളതാണിത്. നേരത്തെ നമ്മൾ മീമ്, നൂന്, വാവ്, യാ എന്ന് വന്നാൽ മണിച്ചിട്ടായിരുന്നു അത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് മണിക്കാതെയുള്ള ഇദ്ഗാമാണ്. ഇതിൻ്റെ നിയമം സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തൻവീനിന് ശേഷം ലാം അല്ലെങ്കിൽ റോ ഈ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തൻവീന് അതിനെ ഇതിലേക്ക് ലയിപ്പിച്ച് ഈ അക്ഷരത്തെ ഇരട്ടിച്ച് മണിക്കാതെ വേണം ഉച്ചരിക്കാൻ. മിൻ റബ്ബിഹിം എന്ന് നമ്മൾ കണ്ടാൽ മിർ റബ്ബിഹിം എന്നാണ് വരിക. ഇത് പല സ്ഥലത്തും ആളുകൾ ഖുർആൻ ഓതുമ്പോൾ തെറ്റിക്കുന്ന ഒരു സ്ഥലമാണിത്. ഉദാഹരണം പറഞ്ഞാൽ ഇഖ്റോ ബിസ്മി എന്നുള്ള സൂറത്തിൽ അൻ റആ ഉസ്തഗ്ന എന്ന് പലരും ഓതാറുണ്ട്. റോ എന്നാണ് വരിക. അവിടെ ഈ നൂന് ഉച്ചരിക്കാനേ പാടില്ല. അതായത് ആ നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിച്ചിട്ട് ആ അക്ഷരത്തെയാണ് നമ്മൾ ഇരട്ടിച്ച് ഓതേണ്ടത്. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. മിർ റബ്ബിഹിം ഫഇല്ലം റിസ്ഖൻ ലക്കും ഫാഖിഉൽ ലൗനുഹാ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. In this lesson we will learn about idgham bila gunna, which means merging without a nasal sound. When the letters ra or lam appear after noon sakin or tanween, they will merge without a nasal sound. This is called idgham tam. Here are some examples. Mir rabbihim فَإِلَّمْ رِزْقًا لَكُمْ فَاقِعُ لَوْنُهَا وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ.